അധ്യാപകന്റെ കൈവെട്ടിക്കേസിൽ ഒന്നാം പ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കണ്ടെത്തി എൻഐഎ വിശദമായ ചോദ്യം ചെയ്യലിലും ഒളിത്താവളങ്ങൾ ഒരുക്കിയവരുടെ പേരുവിവരങ്ങൾ സവാദ് വെളിപ്പെടുത്തിയിരുന്നില്ല. അതേസമയം സവാദിന്റെ 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി സവാദിന്റെ എൻഐഎ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുമ്പോൾ സവാദിന് ഒളിത്താവളങ്ങൾ ഒരുക്കുകയും പണം കൈമാറുകയും ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ PFIയുടെ സ്വാധീന മേഖലകളിൽ ഒളിവിൽ കഴിഞ്ഞ സവാദിന് ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലുമായി സവാദ് കാര്യമായി സഹകരിച്ചിട്ടില്ല. ആരെല്ലാമാണ് ഒളിയിടങ്ങൾ ഒരുക്കിയത്, ഭീകരവാദ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നോ, സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നിവയിലൊന്നും കൃത്യമായ മറുപടികൾ സവാദ് നൽകിയിട്ടുമില്ല. എന്നെങ്കിലും പിടിക്കപ്പെട്ടാലും തന്നെ സഹായിച്ചവരെ സംരക്ഷിച്ചും അന്വേഷണം വഴിതിരിച്ചുവിടാനുമുള്ള ആലോചനകൾ സവാദ് നടത്തിയിട്ടുമുണ്ട്. ജനുവരി 19-നായിരുന്നു സവാദിനെ 10 ദിവസത്തെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടത്. 2010 ജൂലൈ 4-ന് കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ സവാദ് 13.5 വർഷവും കേരളത്തിനകത്തും പുറത്തുമായി ഒളിവിലായിരുന്നു. പിടികൂടിയതിന് പിന്നാലെ സവാദിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും ഭീകര സംഘടനാ നേതാക്കളെ എൻഐഎ നിരീക്ഷണത്തിലാക്കിയിരുന്നു. കണ്ണൂർ, മട്ടന്നൂർ, ബേരത്ത് നിന്നായിരുന്നു സവാദ് പിടിയിലായത്. 2010 ജൂലൈ 4-നാണ് ചോദ്യപേപ്പറിൽ മതമെന്നാരോപിച്ച് പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി ഭീകരവാദികൾ വെട്ടിമാറ്റിയത്. ജനം, കൊച്ചി.